Good morning, all. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning, ma'am. ഷംസിന് വയ്യാത്തത് കാരണം മിസ്സാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് മിസ്സാണ് എടുക്കുന്നത് കേട്ടോ. Good morning, ma'am. ഇന്ന് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ എല്ലാവരും? കഴിഞ്ഞ ദിവസത്തെ ഓക്കെ. അതില്ല dash can be ordered for specified patients and specified purpose എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയോ അതിന്റെ ആൻസർ? കിട്ടിയോ? ഇതാരൊന്നും പറയാത്തെ? ഷെഡ്യൂൾഡ് ഡ്രഗ്സ് അല്ലെ? ഓക്കെ മിസ്, അതാ ലാസ്റ്റ് ആ ഒരു പോയിന്റ് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ? അന്ന് ക്ലാസ് എടുത്തപ്പ പറഞ്ഞിരുന്നോ? പറഞ്ഞോ? ഓക്കെ ഓക്കെ. മിസ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാ പിന്നെയാണ് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് കേട്ടോ, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ. ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്താണ്? ഷെഡ്യൂൾ ചെയ്ത മരുന്നുകള് നിർദ്ദിഷ്ട രോഗികൾക്ക്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? സ്പെസിഫിക് ഷെഡ്യൂൾഡ് മരുന്നുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമാണ് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഷെഡ്യൂൾഡ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് അല്ലെ, സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എങ്ങനെയാണ്? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. അതിൽ ഇനി പറയുന്നുണ്ട് കേട്ടോ ഒരുപാട്. മിസ് പറഞ്ഞു എ മുതൽ ഇസെഡ് വരെയുള്ള ഷെഡ്യൂൾ ആക്കി മരുന്നുകളെയും മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നിയമങ്ങളെയും അതിന്റെ ലൈസൻസ് എടുക്കണം അല്ലെ. നമ്മൾ പറഞ്ഞു മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിലോ അല്ലെ, സപ്ലൈ ചെയ്യണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലും സെയിൽ ചെയ്യണമെങ്കിലും എന്ത് വേണമെന്ന് പറഞ്ഞു? ലൈസൻസ് വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഫോർമാറ്റുകള് അതൊക്കെ ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ A to Z വരെയുള്ള ഷെഡ്യൂളുകളിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കാം നമുക്ക് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. ഏതൊക്കെ തരത്തിലുള്ള ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളുണ്ട്? ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945. മിസ് പറഞ്ഞില്ലേ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള്? എന്താണ് പറഞ്ഞത്? കോസ്മെറ്റിക് റൂള് എന്നാണ് നിലവിൽ വന്നത് അല്ലെ? 1940 അല്ലെ? ഓക്കെ. ഇത്
40. പിന്നെ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകളുടെയും കോസ്മെറ്റിക്സ് അല്ലെ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും സുരക്ഷിതവും ഫലപ്രദവുമായി രാജ്യത്തെ എങ്ങനെ ഗുണനിലവാരങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം, മാനുഫാക്ചർ ചെയ്യാം അല്ലെ, അതിനുള്ള ഉറപ്പ് വരുത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂളില് ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂളില് നമ്മൾ ഷെഡ്യൂളുകളായി തിരിക്കുന്നുണ്ട് അല്ലെ, മരുന്നുകളെ ഷെഡ്യൂളുകളാക്കി തിരിക്കുകയും ഓരോ മരുന്നുകളുടെയും വർഗീകരണം അല്ലെ, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ മരുന്നുകളാണ് ഉൾപ്പെടുന്നത്, പിന്നെന്താണ് ഓരോ ഷെഡ്യൂളുകളിലും പെടുന്ന മരുന്നുകളുടെ സംഭരണം അല്ലെ, സ്റ്റോർ ചെയ്യേണ്ടേ. നമ്മ കഴിഞ്ഞ ദിവസം നമ്മ ഫാർമസിയിലെ ഡിപ്ലോമയിൽ പഠിച്ച പോലെ എന്താണ് കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അല്ലെ, നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, അത് നമ്മൾ സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ സംഭരണം, അവയുടെ സെയിൽ അല്ലെ, വിൽപ്പന, പിന്നെ പ്രിസ്ക്രിപ്ഷൻ, അതിന്റെ ഡിസ്പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിബന്ധനകളാണ് ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂളിൽ ഉൾപ്പെടുന്നത്. ഇതിൽ നോക്കിയേ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945 ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഹാസ് പ്രൊവിഷൻസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ് അണ്ടർ ഗിവൺ ഷെഡ്യൂൾസ്. എന്താണ് 1945 ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്താണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ അനുസരിച്ച് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളായി അല്ലെ, നമ്മ പറഞ്ഞു അല്ലെ, കാറ്റഗറൈസ് ചെയ്യുന്നു. വർഗീകരണം നടത്തുന്നു അല്ലെ. അപ്പൊ എന്താണ്? ഹാസ് പ്രൊവിഷൻ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് അണ്ടർ ഗിവൺ ഷെഡ്യൂൾസ് അല്ലെ. ഓരോ ഷെഡ്യൂളുകളുടെ അണ്ടറില് ഏതൊക്കെ മരുന്നുകളാണ്, ഏതൊക്കെ ഷെഡ്യൂൾ മരുന്നുകളാണ് വരുന്നതെന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൂടാതെ ആൻഡ് ദേർ ആർ ഗൈഡ് ലൈൻ ഫോർ ദ സ്റ്റോറേജ്, സെയിൽ, ഡിസ്പ്ലേ ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഷെഡ്യൂൾ അല്ലെ. ഓരോ ഷെഡ്യൂളുകളിലും പെടുന്ന മരുന്നുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം, അവരുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, സെയിലുമായി ബന്ധപ്പെട്ട് അല്ലെ, വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, അവരുടെ ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട്, അവരുടെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് നൽകുന്നുണ്ട്. ഓക്കെയാണോ? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് 1945 നമ്മുടെ ഷെഡ്യൂൾ ഡ്രഗ്സുകളെ പല കാറ്റഗറൈസ് ചെയ്ത് പല ക്ലാസിഫിക്കേഷൻ ആയി തിരിച്ചു. ഓരോ ഷെഡ്യൂളുകളിലും വരുന്ന മരുന്നുകളെ പല ക്ലാസിഫിക്കേഷൻ ആയി തിരിച്ചു. കൂടാതെ എന്താണ്, ഓരോ ഷെഡ്യൂളുകളിലും പെടുന്ന മരുന്നുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം അല്ലെ, അവ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടതിനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണ്, പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം, ആർക്കൊക്കെ ആയിരിക്കണം ഈ ഒരു മരുന്നുകൾ വിതരണം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. ഓക്കെയാണോ അത്? Okay. Next, the rule 67 detail the condition of license അല്ലെ. നമ്മുടെ റൂള് ഈ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂളില് 67ാമത്തെ റൂളിൽ പറയുന്നത് നമുക്ക് ആ ഒരു മാനുഫാക്ചറിംഗ് ലൈസൻസ് വേണം, അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്ന റീറ്റെയിൽ ലൈസൻസ് വേണമെങ്കിൽ അതിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളതെന്നാണ് റൂൾ 67 പറയുന്നത്. The rule 97 contains the labeling regulations അല്ലെ. റൂൾ 97 97ാമത്തെ നിയമത്തിലെ റൂളിൽ പറയുന്നത് ഓരോ മരുന്നുകളും ലേബലിംഗ് ചെയ്യുന്നതിന് വേണ്ട നിയന്ത്രണങ്ങള്, റെഗുലേഷൻസ് എന്തെല്ലാമാണ് എന്നാണ് റൂൾ 97 പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നമ്മുടെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് 1945 എന്താണ്, ഓരോ ഷെഡ്യൂളുകളിലും പെടുന്ന മരുന്നുകൾ ഏതെല്ലാമാണ് എന്ന് വർഗീകരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയും ഓരോ ഷെഡ്യൂളുകളിലും പെടുന്ന മരുന്നുകൾ എങ്ങനെയാണ് സംഭരിക്കേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെ സെയിൽ ചെയ്യണം, അതിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്, ഡിസ്പ്ലേ എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നെക്സ്റ്റ് പറയുന്നത് ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് 67ാമത്തെ റൂളിൽ പറയുന്നത് ഓരോ വിഭാഗത്തിലും പെടുന്ന ലൈസൻസിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെ. മാനുഫാക്ചറിംഗ് ലൈസൻസിന് എന്തൊക്കെ കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈഡ് ചെയ്യണം,
റീറ്റെയിൽ ലൈസൻസിന്, ഹോൾസെയിൽ ലൈസൻസിന് അവർ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടത് എന്നാണ് 67th റൂളിൽ പറയുന്നത്. 97ാമത്തെ റൂളിൽ പറയുന്നത് ഓരോ ഡ്രഗ്സുകളും, ഓരോ ഷെഡ്യൂൾ ഡ്രഗ്സുകളും ലേബലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, എന്തായിരിക്കണം ആ ലേബലിംഗിൽ അവർ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് റൂൾസ് 97ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ്, ദ നോട്ടബിൾ ഷെഡ്യൂൾ ആൻഡ് ദെയർ സമ്മറി. അല്ലെ, നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള, ശ്രദ്ധേയമായിട്ടുള്ള ഷെഡ്യൂൾ ഡ്രഗ്സുകളെ, ഷെഡ്യൂൾസ് ഏതെല്ലാമാണ് അതിന്റെ സമ്മറി അല്ലെ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഷെഡ്യൂൾ ജി. ഷെഡ്യൂൾ ജിയില് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. മോസ്റ്റ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ ഹോർമോണൽ പ്രിപ്പറേഷൻ. അല്ലെ, നമ്മുടെ ഹോർമോണൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് ഷെഡ്യൂൾ ജിയിൽ പറയുന്നത്. നമുക്ക് ചില സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ഹോർമോണിന്റെ അളവിൽ ചേഞ്ചസ് വരാലോ. ഇല്ലേ, നമുക്ക് തൈറോയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് പീരീഡ്സ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ, ഹോർമോണിൽ ചേഞ്ചസ് വന്നിട്ടല്ലേ അല്ലെ, പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെ. പിന്നെന്താണ്, ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹോർമോണിൽ ചേഞ്ചസ് വരുന്നില്ലേ, ശരീരത്തില് ഹോർമോൺസിന്റെ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഹോർമോണൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന മരുന്ന്, മോസ്റ്റ് ഓഫ് ദി ഡ്രഗ്സ്, അതായത് ഷെഡ്യൂൾ ജിയിൽ പെടുന്ന ഭൂരിഭാഗം മരുന്നുകളും, എല്ലാ മരുന്നുകളൊന്നും പറയുന്നില്ല, ഭൂരിഭാഗം മരുന്നുകളും എങ്ങനെയുള്ള മരുന്നുകളാണ്, ഹോർമോണൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the drug label must displace the text. ആ ഒരു ഡ്രഗിന്റെ ലേബലിംഗിൽ നിർബന്ധമായിട്ടും ഇങ്ങനെയൊരു കാര്യം എഴുതിയിരിക്കണം അല്ലെ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു ടെക്സ്റ്റ്. അതെന്താണെന്ന് നോക്കിയ കോഷൻ അല്ലെ, എന്നുവെച്ചാല് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ടേക്ക് ദിസ് പ്രിപ്പറേഷൻ എക്സെപ്റ്റ് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ അല്ലെ, പ്രോമിനന്റ്ലി. എന്താണ് ഈ ഒരു മരുന്നുകള് നമ്മുടെ ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ, അതായത് ഒരു ഡോക്ടറുടെ അണ്ടറിലല്ലാതെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ എന്തായിരിക്കും, അപകടകരമാണ് അല്ലെ. നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ, ഷെഡ്യൂൾ ഡ്രഗുകൾ എങ്ങനെയാണ്, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. അല്ലെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താ, അതിൽ ആ ഒരു മരുന്നിന്റെ ലേബലിംഗിൽ തന്നെ അതിന്റെ കവറുമ്പോൾ തന്നെ അവർ എഴുതി ചേർത്തേക്കാണ് എന്ത്, ഒരു മെഡിക്കൽ ഓഫീസറുടെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെ മേൽനോട്ടത്തിലല്ലാതെ ഈ മരുന്നുകൾ കഴിക്കുന്നത് എന്താണ്, ഡേഞ്ചർ ആണ് അല്ലെ, അപകടകരമാണ് എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ അത്? നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾസ്. നമുക്ക് ഷെഡ്യൂൾ ജിയിൽ പറയുന്ന ഡ്രഗ്സുകൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസസ് അണ്ടർ ദിസ് ഷെഡ്യൂൾ. ഈ ഒരു ഷെഡ്യൂളിന് അണ്ടറിൽ വരുന്ന സബ്സ്റ്റൻസസ്, മരുന്നുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ടെസ്റ്റ് ലാക്ടോൺ. ടെസ്റ്റ് ലാക്ടോൺ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മരുന്നിന്റെ പേര്? ഇല്ല. നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് ടെസ്റ്റ് ലാക്ടോൺ. എഴുതിയെടുത്തു, നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ എഴുതിയെടുത്തോട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ ചോദിക്കുള്ളൂ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് മിസ് പറയുന്നത് കേട്ടോ. ടെസ്റ്റ് ലാക്ടോൺ എന്താണ്, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ക്യാൻസർ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹോർമോണിൽ ചേഞ്ചസ് വരില്ലേ. അപ്പൊ ആ ഒരു ഹോർമോണിന്റെ ലെവല് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റ് ലാക്ടോൺ. നെക്സ്റ്റ് സബ്സ്റ്റൻസ് ഏതാണെന്നൊക്കെ, ഹൈഡ്രോക്സി യൂറിയ. ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയുന്നത് കീമോതെറാപ്പി ഒക്കെ ചെയ്യില്ലേ,
കീമോതെറാപ്പി ഡ്രഗ് ആണ്, ഒരു ക്യാൻസറിന് ഉപയോഗിക്കുന്ന, നമ്മൾ എന്ത് ചെയ്യാൻ കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഇത്. എന്താണ് ഇത്? വേരിയസ് ക്യാൻസേഴ്സിന് ആൻഡ് പിന്നെ എന്താണ് ബ്ലഡ് ഡിസോർഡേഴ്സ്, നമ്മുടെ ബ്ലഡിലെ ലെവല് കുറയാ അല്ലെങ്കിൽ എന്തെങ്കിലും കൗണ്ട് കുറയാ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രോക്സി യൂറിയ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓറൽ കീമോതെറാപ്പി ഡ്രഗ് ആണ് കേട്ടോ. ചില പേഷ്യൻസിന് എന്താണ് അവരുടെ ശരീരം ഭയങ്കര വീക്കാണ്, അതല്ലെങ്കിൽ ഏജ് ആയിട്ടാണ് ക്യാൻസർ വരുന്നതെങ്കിൽ നമുക്ക് അവർക്ക് കീമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അല്ലേ. വീക്ക് ആയിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് കീമോ ചെയ്യുന്നതിന് പകരം അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? മരുന്നുകൾ കൊടുക്കും. ഓറലി ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ള കഴിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ ഓറലി യൂസ് ചെയ്യുന്ന ഒരു കീമോതെറാപ്പി ഡ്രഗ് ആണ് ഹൈഡ്രോക്സി യൂറിയ. ഓക്കെ ആണോ? പക്ഷെ ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത്, പേഷ്യൻസിന് കൊടുക്കുന്ന സമയത്ത് അവര് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. ആ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. ചിലർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവാം, ചിലർ കുഴഞ്ഞു പോവും. അപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പൊ ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക കൂടി വേണം. ഹെഡ് ഏക്ക് വരാം. ഓക്കെ ഓക്കെ ആണോ? രണ്ടെണ്ണം പറഞ്ഞു അല്ലെ, ടെസ്റ്റ്ലാക്ടോൺ പറഞ്ഞു, ഹൈഡ്രോക്സി യൂറിയ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് കാർബെറ്റാമൈഡ്. കാർബെറ്റാമൈഡ് എന്ന് പറയുന്നത് നമ്മ പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് കാർബെറ്റാമൈഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രൈമിഡോൺ. പ്രൈമിഡോൺ എന്ന് പറഞ്ഞാല് അപസ്മാരം കേട്ടിട്ടില്ലേ? അപസ്മാരം. അപ്പൊ ആ ഒരു അപസ്മാരം കൺട്രോൾ ചെയ്യുന്നതിനും ആ ഒരു രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പ്രൈമിഡോൺ. അപ്പൊ ഈ മരുന്നുകൾ നമ്മുടെ അപസ്മാരം അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടോ? ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇല്ല അല്ലേ? അപ്പൊ അതൊക്കെ ഇത് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ടെസ്റ്റ്ലാക്ടോൺ അല്ലെ, എന്താണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് ടെസ്റ്റ്ലാക്ടോൺ. ഹൈഡ്രോക്സി യൂറിയ എന്ന് പറഞ്ഞാല് ഓറൽ ആയിട്ടുള്ള കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് ഹൈഡ്രോക്സി യൂറിയ. കൂടാതെ നമ്മുടെ എന്താണ് ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് അല്ലെ, ബ്ലഡിൽ പലതരത്തിൽ നമുക്ക് എന്താണ് കൗണ്ട് കൂടാം, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോക്സി യൂറിയ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കാർബെറ്റാമൈഡ് അല്ലെ, പ്രമേഹ വിരുദ്ധ അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് കാർബെറ്റാമൈഡ്. നെക്സ്റ്റ് പ്രൈമിഡോൺ, അപസ്മാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അപസ്മാര രോഗികളും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പ്രൈമിഡോൺ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഷെഡ്യൂൾ H. Okay. Next schedule H. The drug label must display the test RX. RX നമ്മ പറഞ്ഞു എന്താണ്? കഴിഞ്ഞ ദിവസം മിസ് എടുത്തിട്ടുണ്ടായിരുന്നു RX. To take അല്ലെ, പ്രിസ്ക്രിപ്ഷൻ അല്ലെ, പ്രിസ്ക്രിപ്ഷന്റെ സൂപ്പർസ്ക്രിപ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അല്ലെ, ഒരു ലെറ്റേഴ്സ് ആണ് അല്ലെ RX, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? The drug label must display the text RX. കണ്ടിട്ടുണ്ടായിരിക്കല്ലോ RX എന്നുള്ളത് മരുന്നിന്റെ, കണ്ടിട്ടുണ്ട് അല്ലെ. ഈ ബ്ലഡ് എന്താണ് ബ്ലഡ് കോട്ടാവാതിരിക്കാൻ കഴിക്കുന്ന ഡ്രഗ്സ് ഒക്കെ ഇല്ലേ, അതുമൊക്കെ എഴുതിയിട്ടുണ്ടാവും RX. കണ്ടിട്ടുണ്ടോ അത്? RX എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആസ്പിരിന്റെ ഒക്കെ അല്ലെ. അത് ഡ്രഗ് ലേബൽ മസ്റ്റ് ഡിസ്പ്ലേ ദ ടെക്സ്റ്റ്. എന്താണ്? ആ ഒരു ഡ്രഗിന്റെ ലേബലും നിർബന്ധമായിട്ടും RX എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഷെഡ്യൂൾ H ഡ്രഗ് വാണിംഗ്. കൂടാതെ അത് വാണിംഗ് എഴുതിയിട്ട് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ G പറഞ്ഞ
അതുപോലെ തന്നെ വാണിംഗ് എഴുതിയിട്ടുണ്ടായിരിക്കും. എന്താണ്? നോട്ട് ടു ബി സോൾഡ് ബൈ retail without the prescription of a registered medical practitioner. അല്ലെ എന്താണ്? prominently നിർബന്ധമായിട്ട് അല്ലെ എന്താണ്? ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിലെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിൽക്കുന്നതല്ല, സോൾഡ് ചെയ്യുന്നതല്ല. കൂടാതെ ഇറ്റ് ക്യാൻ ഓൺലി ബി സപ്ലൈഡ് ടു ലൈസൻസ് പാർട്ടീസ്. അല്ലെ എന്താണ്? ഈ മരുന്നുകൾ ലൈസൻസ് പാർട്ടീസ് മാത്രമാണ് വിൽപ്പന നടത്താൻ പാടുള്ളൂ, അതായത് വിതരണം ചെയ്യാനായി പാടുള്ളൂ. സാധാ ഒരു ഫാർമസിസ്റ്റ് ഒന്നും പാടില്ല. ലൈസൻസ് ഉള്ള പേഴ്സൺസ് മാത്രമാണ് ഈ മരുന്നുകൾ നൽകാൻ പാടുള്ളൂ. കൂടാതെ ഇറ്റ് കനോട്ട് ബി സോൾഡ് വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഓൺലി the amount specified in the prescription should be sold. എന്താണ്? ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിൽപ്പന നടത്താൻ പാടില്ല, അല്ലെ സോൾഡ് ചെയ്യാൻ വിൽക്കാൻ പാടില്ല. കൂടാതെ എന്താണ്? ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയ നമ്പർ മാത്രം മരുന്നുകൾ കൊടുത്തേക്കാം. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് 10 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 10 നമ്പേഴ്സ് മാത്രം, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടുള്ളതല്ല. ഓക്കെ അല്ലേ? and only the amount specified in the prescription should be sold. ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എത്ര നമ്പർ ആണോ പറഞ്ഞിരിക്കുന്നത് അത്രയും നമ്പർ മെഡിസിൻ മാത്രമാണ് നൽകാൻ പാടുള്ളൂ. കൂടാതെ the time and date of prescription must be noted. അല്ലെ എന്താണ്? നമ്മൾ ആ മരുന്ന് എന്നാണ് കൊടുത്തത്, ഏത് സമയത്താണ് വിൽപ്പന നടത്തിയത് എന്ന് നിർബന്ധമായും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ പിന്നീട് അതെന്തെങ്കിലും ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരം മരുന്നുകള് നമ്മൾ നോട്ട് വിൽക്കുന്ന സമയവും ഡേറ്റും കൂടാതെ എന്താണ് ആർക്കാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്ന് കൂടി നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾസ്. നമ്മുടെ ഷെഡ്യൂൾ എച്ചിൽ പറയുന്ന ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ ആണ് പറയുന്നത്. ആൻഡ്രോജനിക് കേട്ടിട്ടുണ്ടോ? ആൻഡ്രോജനിക് ഇത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പികൾക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ് കേട്ടോ കൂടുതലും ഇതിൽ വരുന്നത്, ഷെഡ്യൂൾ എച്ചിൽ വരുന്നത്. ചിലർക്ക് എന്താണ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെ. അവരുടെ ശരീരത്തില് ഹോർമോൺ കുറവായിരിക്കും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ മെയിലിനാണെങ്കിലും ഫീമെയിലാണെങ്കിലും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. മെയിലിനാണെങ്കിൽ എന്താണ് അവരുടെ സൗണ്ട് അല്ലെ, അവരുടെ ആ ഒരു സൗണ്ട് വോയിസ് വ്യത്യാസപ്പെടുന്ന ഒരു ഘട്ടം വരുന്നില്ലേ, ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അവര് മെച്ചേർഡ് ആവുമ്പോ പിന്നെ അവര് എന്താണ് മുഖത്ത് അല്ലെ രോമം വരുന്നുണ്ട് അല്ലെ, മീശയൊക്കെ വരുന്നില്ലേ. അപ്പൊ അവർക്ക് ഹോർമോണിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പൊ ആ ഒരു ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ പ്രോബ്ലംസ്? ട്രാൻസല്ല കേട്ടോ, ട്രാൻസല്ല. ഓക്കെ. ഈ എന്താണ് നമ്മുടെ ഫീമെയിലിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലെ ഇല്ലേ. പീരീഡ്സിന്റെ ഇറഗുലേഷൻ വരും അല്ലെ, പീരീഡ്സ് പ്രോബ്ലംസ് വരും, പ്രഗ്നൻസിക്ക് പ്രോബ്ലംസ് വരും അല്ലെ, PCOD വരും. അങ്ങനെ പല പ്രശ്നങ്ങളും എന്തുണ്ടാവും നമ്മുടെ ഗേൾസിന് ഫീമെയിൽസിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പിക്കൊക്കെ വേണ്ടി നമ്മൾ ഈ മരുന്നുകൾ ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. ആൻഡ്രോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് എന്താണ് പ്രത്യുൽപാദന ശേഷിക്കൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് അല്ലെ ആൻഡ്രോജൻ. കേട്ടില്ലേ ആൻഡ്രോജൻ? ഇല്ലേ? ആൻഡ്രോജൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. നമ്മുടെ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പ്രത്യുൽപാദന ശേഷിക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രോജൻ. അപ്പൊ ആ ഒരു ആൻഡ്രോജന്റെ കുറവ് വരുമ്പോൾ നമുക്ക് എന്താണ് പ്രഗ്നൻസി പ്രോബ്ലംസ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജെൻസിനാണെങ്കിലും മിസ് പറഞ്ഞില്ലേ അവര് ആ ഒരു ഹോർമോണിൽ ചേഞ്ച് വരും. ഈസ്ട്രോജൻ ഉണ്ട് ആൻഡ്രോജൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഉണ്ട് ആൻഡ്രോജൻ ഉണ്ട്.
ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവർക്ക് എന്താണ് കൊടുക്കുന്ന ഡ്രഗ്സുകൾ കൊടുക്കുന്നതാണ് ആൻഡ്രോജനിക് സബ്സ്റ്റൻസ് ഡ്രഗ്സ്. നെക്സ്റ്റ് അനബോളിക്. അനബോളിക് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പേശി വളർച്ചയ്ക്ക് പേശികളുടെ വളർച്ചയില്ലേ സ്റ്റിറോയിഡ്സ്. ഓക്കെ, നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്ക് ഉള്ള ഒരു ഹോർമോണാണ് അനബോളിക്. ഈ അനബോളിക് സ്റ്റിറോയിഡ്സുകൾ പല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ വിപണിയിൽ. അറിയോ? കേട്ടിട്ടുണ്ടോ? കായിക താരങ്ങൾ ഉത്തേജക മരുന്നുകളായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്പോർട്സില്, പിന്നെ ജിമ്മുകളിലൊക്കെ എന്താണ് അവരുടെ പേശികൾ വളരണല്ലേ, മസിൽ വേണല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനേഴ്സ് ഈ ഒരു അനബോളിക് സ്റ്റിറോയിഡ്സുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ പേശികൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്റ്റിറോയിഡ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവര് പേശികൾ മസിൽസ് വളരെയും അവരുടെ ശരീരത്തിന് ഒരു ബലം ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതെന്താണ് നമ്മുടെ ശരീരത്തിന് കുറച്ച് നാള് കഴിയുമ്പോൾ ബാഡ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഓക്കെ. എന്താണ് നമുക്ക് നമ്മുടെ എല്ലുകൾ പൊടിയാനും അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പിന്നീട് വരുന്നുണ്ട് കേട്ടോ. ലിവറിന്, കരളിന്, ഹാർട്ടിന് ഒക്കെ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഈ ഒരു അനബോളിക് സ്റ്റിറോയിഡ്സുകൾ കഴിക്കുന്നത് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അനബോളിക് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഈസ്ട്രോജനിക് ആൻഡ് പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ് അല്ലെ. ഈസ്ട്രോജനിക് എന്താണ്? ഈസ്ട്രോജനിക് എന്ന് പറഞ്ഞാല് നമ്മ മിക്കവാറും ഇപ്പോഴത്തെ ജനറേഷനില് ആളുകൾ ഉപയോഗിക്കുന്നതാണ് മൂഡ് ചേഞ്ചസ് അല്ലെ, ലോ മൂഡ് അല്ലെ. നമ്മ പീരീഡ്സ് ആവുന്ന സമയത്ത് പറയുന്നുണ്ട്, ഉണ്ടോ? മൂഡ് സ്വിങ്സ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഫീമെയിൽസ് പോസ്റ്റ് പാർട്ടം അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്നതാണ് ഈ ഈസ്ട്രോജന്റെ ആ ഒരു ഹോർമോണിലെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ്? ബർത്ത് കൺട്രോൾ അല്ലെ, പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈസ്ട്രോജനിക് സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസർ ഡ്രഗ്സുകളായിട്ടും നമ്മൾ ഈസ്ട്രോജനിക് സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ് നെക്സ്റ്റ് വരെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടെ പറയണം. നമ്മ പറയാറില്ലേ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാറില്ലേ? മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്ക് എന്തുകൊണ്ട് വരുന്നതാണ്? നമുക്ക് ഈ ഈസ്ട്രോജന്റെ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് വരുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ ക്യാൻസർ വരുമ്പോൾ നമുക്ക് പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹോർമോണിൽ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ യൂട്രസിൽ വരുന്നതൊക്കെ കേട്ടിട്ടില്ലേ? ക്യാൻസർ അല്ലേ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്താണ് നമ്മുടെ ഹോർമോൺ ആ ഒരു വേരിയേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈസ്ട്രോജനിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈസ്ട്രോജനിക് ഡ്രഗ്സ്. ഒക്കെയാണോ? നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ മക്കളെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഓരോന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ്. പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാല് നമുക്ക് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് വരാലോ. പീരീഡ്സിന്റെ ഇറഗുലാരിറ്റി വരും അല്ലെ. ചിലർക്കും വരാറുണ്ട് അല്ലെ, മിക്ക ആളുകൾക്കും. ഇപ്പൊ ഭൂരിഭാഗം ആളുകൾക്കും ഉള്ള പ്രോബ്ലം ആണ് അല്ലെ. ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. പക്ഷെ എന്താണ് നമുക്ക് PCOD വരാറുണ്ട് അല്ലെ. PCOD വരാറുണ്ട്. പിന്നെ എന്താണ് ഗൈനക്കോളജി പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. നമുക്ക് എന്താണ് പ്രഗ്നന്റ് ആവാൻ താമസങ്ങൾ അല്ലെ. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, വന്ധ്യത അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാക്കാറുണ്ട് ഈ ഒരു ഹോർമോണിന്റെ കുറവ് കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ്.
ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എട്രാസോളം സനാക്സ് എന്ന് വെച്ചാല് നമുക്ക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് അതൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അല്ലെ, ആൻസൈറ്റി അല്ലെ, ഉത്കണ്ഠകൾ അല്ലെ. നമുക്ക് എന്ത് പറയും, നമ്മ പെട്ടെന്ന് പാനിക് ആയൊക്കെ പോലെ ചിലപ്പോ ചില സിറ്റുവേഷനിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പണ്ടത്തെ ആളുകൾക്ക് എങ്ങനെയാണ് എല്ലാ സിറ്റുവേഷനിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടോ? ഡിപ്രഷൻ, പെട്ടെന്ന് അവര് ഡിപ്രഷഡ് ആയി പോകും അല്ലെ, അവര് പാനിക് ആയി പോകും അല്ലെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന അവർക്ക് കൊടുക്കുന്ന മരുന്നാണ്, ഒരു സബ്സ്റ്റൻസ് ആണ് അൽട്രാസോളം. സനാക്സ് എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മിസ് നേരത്തെ ഒരു മരുന്നിന്റെ ഇത് പറഞ്ഞില്ലേ, ഈസ്ട്രോജനിക് പറഞ്ഞില്ലേ മിസ്, ഈസ്ട്രോജനിക്. അതില് നിങ്ങൾ ഓസ്റ്റിയോപൊറോസിസ് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയോപൊറോസിസ് രോഗം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്, മിക്കവരും കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ ആ പേര് കൊണ്ട് എല്ല് പൊടിയുക നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടോ? എല്ല് പൊടിയുന്ന ഒരവസ്ഥ നമ്മുടെ എല്ലുകളിൽ അല്ലെ, അസ്ഥികളില് ധാതു സാന്ദ്രത കുറഞ്ഞതിനാൽ എന്താണ്, എല്ലുകൾ പെട്ടെന്ന് പൊടിയുകയും ചെയ്യുന്ന അവസ്ഥ. എല്ല് തേയ്മാനം. ഓക്കെ, ന്യൂസിലൊക്കെ 2-3 പേര് ഇത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എല്ല് പൊടിയുന്ന അവസ്ഥയാണെന്നും പറഞ്ഞു കണ്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നും പറഞ്ഞു, ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും വീൽചെയർ, ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു ഡ്രഗ് ആണ് ഓസ്റ്റിയോപൊറോസിസ്. ഡിപ്ലോമയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഓക്കെ അല്ല അതാ. ഓക്കെ, നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അല്ലെ, അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ലിവർ ഇൻഫെക്ഷൻസ് അല്ലെ. അപ്പൊ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മുടെ ഷെഡ്യൂൾ എച്ചിലാണ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇബുപ്രോഫിൻ. ഇതൊരു പെയിൻ കില്ലർ ആണ് കേട്ടോ. ഇബുപ്രോഫിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ ആണ് കേട്ടോ. നമ്മുടെ പെയിന് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഇബുപ്രോഫിൻ. പിന്നെ വാസോപ്രസിൻ, ഡയബറ്റിസിൻ അല്ലെ, ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കും അല്ലെ. ഇപ്പൊ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് കേട്ടിട്ടുണ്ടോ? ഒരുപാട് രോഗങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ ഈ ചാപ്റ്ററില്. ഇബുപ്രോഫിൻ. ഓക്കെ, വാസോപ്രസിനും നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ വാസോപ്രസിൻ. അപ്പൊ എന്താണ് ഈ നമുക്ക് ഡയബറ്റിക് ഇൻസിപ്പിഡസ് മൂലം ഉണ്ടാകുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ്. അപ്പൊ അവർക്ക് എന്താണ്, വർദ്ധിച്ച ദാഹം, ജലനഷ്ടം ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് വാസോപ്രസിൻ ഇൻജെക്ഷൻസ് നൽകുന്നുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് എന്താണ്, ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വയറുവേദന, ചിലർക്ക് എന്ത് പറ്റും, അസഹ്യമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടാറുണ്ട്. ആ ഒരു സമയത്തും നമ്മ വാസോപ്രസിൻ നൽകുന്നുണ്ട്. ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് മൂലം ഉണ്ടാകുന്ന അമിതമായ ദാഹം, പിന്നെ ക്ഷീണം, പിന്നെ ജലനഷ്ടം, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടി വരിക. ആ ഒരു സമയത്ത് അവർക്ക് എന്തുണ്ട്, നമ്മ വാസോപ്രസിന്റെ ഇൻജെക്ഷൻസ് നൽകുന്നു. കൂടാതെ നമുക്ക് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള വയറുവേദന, ആ ഒരു അസഹ്യമായിട്ടുള്ള വയറുവേദന, ആ ഒരു സമയത്ത് നമുക്ക് വാസോപ്രസിൻ തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇബുപ്രോഫിൻ ഒരു പെയിൻ കില്ലേഴ്സ് ആണ് കേട്ടോ. ഫീവറിന്, മൈഗ്രെയിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്ന്. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ് കേട്ടോ. എന്താണ്, നമ്മുടെ ലിവർ ഇൻഫെക്ഷൻസിന് വേണ്ടി നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഷെഡ്യൂൾ എച്ചിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്
Next, if schedule H drug also comes under the preview എന്നാണ് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തേ. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. പ്രിവ്യൂ എന്നാണ്. If schedule H drug also comes under the preview of Narcotic Drug and Psychotropic Substances Act 1985. 1985 Narcotic Drugs and Psychotropic Substance Act ആക്ടിന്റെ പ്രിവ്യൂവിലും നമ്മുടെ ഷെഡ്യൂൾ H ഡ്രഗ്സുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ക്യാരി ദ ടെക്സ്റ്റ് NRX. എന്താണ് ഇതില് നിർബന്ധമായിട്ടും NRX എന്നുള്ള ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഷെഡ്യൂൾ H ഡ്രഗ് വാണിംഗ്, കൂടാതെ ഷെഡ്യൂൾ Hന്റെ ഡ്രഗ് വാണിംഗ് കൂടി ഉണ്ടായിരിക്കണം. എന്താണ്? ടു ബി സോൾഡ് ബൈ റീറ്റെയിൽ ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓൺലി. എന്താണ് ഇത്? ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ പ്രിസ്ക്രിപ്ഷനോടി മാത്രമാണ് ഇത് വിൽപ്പന നടത്താൻ പാടുള്ളൂ. ഓൺ ദ ലേബൽ പ്രോമിനന്റ്ലി. ഇങ്ങനെ നിർബന്ധമായിട്ടും ആ ഒരു ഷെഡ്യൂൾ ഡ്രഗ്സില്, ആ ഒരു ഷെഡ്യൂൾ Hൽ വരുന്ന മരുന്നുകളുടെ ലേബലില് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, നമ്മുടെ narcotic drugs and psychotropic substances. Psychotropic substances എന്താണെന്ന് അറിയോ? പേരിൽ തന്നെ ഉണ്ടല്ലോ, psychotropic. A drug or നോക്കിക്കോട്ടോ, a drug or other substances that affect how the brain works and cause changes in mood, awareness, thoughts, feelings and behavior. നമ്മുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ വർക്ക്സുകളെ മെന്റൽ പേഷ്യൻസ് എന്നല്ല കേട്ടോ, ഒരു ഒരാളുടെ ബ്രെയിനിന്റെ വർക്കുകളെ എഫക്ട് ചെയ്യില്ലേ, അങ്ങനെയുള്ള സബ്സ്റ്റൻസസുകളൊക്കെയാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ വരുന്നത്. അവരെന്താണ്? മൂഡ് അല്ലെ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ അവയർനെസ്, അവരുടെ ചിന്തകള്, അവരുടെ ഫീലിങ്സ്, അവരുടെ ബിഹേവിയർ ഒക്കെ വ്യത്യാസം വരുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡ്രഗിനെയാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. നർക്കോട്ടിക് ഡ്രഗ്സുകൾ അറിയാലോ, നമ്മ സെഡേഷന് വേണ്ടി അല്ലെ, പെയിൻ റിലീഫ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെ, നർക്കോട്ടിക് ഡ്രഗ്സുകള്. അപ്പൊ ഈ ഒരു നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ്, നമുക്ക് സെഡേഷൻ ഒക്കെ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. അതൊക്കെ നർക്കോട്ടിക് ഡ്രഗ്സുകളിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, സെഡേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഓക്കെ, അപ്പൊ ഈ ഒരു നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടില് ഉൾപ്പെടുന്നത്, അത് നമ്മുടെ 1985 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ഇതില് ഏതെങ്കിലും നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കള് ഉൽപ്പാദിപ്പിക്കാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യാനും അവരത് മാനുഫാക്ചർ ചെയ്യാനും അവരൊരു കൈവശം വെക്കാൻ, അവരെ അധീനതയിൽ വെക്കാനും അത് വിൽക്കാനും വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലെ. ഈ ഒരു നർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ശരിയായ രീതിയിൽ വേണം അല്ലെ അവരുപയോഗിക്കാനും വിൽപ്പന നടത്താനും മാനുഫാക്ചർ ചെയ്യാനും അല്ലേ. പക്ഷെ അതല്ലെങ്കിൽ എന്ത് വെച്ചോ, ഇതിന് ശരിയായ രീതിയിലല്ല വിൽപ്പന നടത്തുന്നത്, എന്ത് വെച്ചോ, മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെ, അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ്, അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു റൂളാണ് നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ഈ ഒരു നർക്കോട്ടിക് ഡ്രഗ്സുകളും സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളും ഉൽപ്പാദിപ്പിക്കപ്പെടാനും നിർമ്മിക്കാനും അത് കൈവശം വെക്കാനും വിൽക്കാനും വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ആക്ട് ആണ് നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. അതിനെ ചുരുക്കി നമുക്ക് NDPS ആക്ട് എന്ന് പറയുന്നു, ചുരുക്കി ഷോർട്ടായിട്ട് NDPS ആക്ട് എന്നും പറയുന്നു. ഓക്കെ ആണോ? ആ ഒരു നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്
വരുന്ന ഒരു വിഭാഗമാണ് ഷെഡ്യൂൾ എച്ച് ഡ്രഗുകള്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? ഷെഡ്യൂളുകൾ പോവാൻ കുറച്ച് പാടാ, സമയമെടുക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് കൺഫ്യൂസ് ആവും അല്ലേ? ഓക്കെ, ഇനിയില്ല, ഇനി അധികം നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ഇനി ഡ്രഗ്സുകളുടെ അധികം ഇല്ല കേട്ടോ. ഇനി ഓരോ ഇതിലും വരുന്ന കാറ്റഗറി ലാബ്സിന്റെ ഷെഡ്യൂൾ മോക്ക് ടെസ്റ്റിൽ മിസ് ഉൾപ്പെടുത്താം കേട്ടോ. എങ്ങനെയാ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാ ഷെഡ്യൂളും കഴിഞ്ഞതിന് ശേഷം മിസ് ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തി തരാം കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് അടയാളപ്പെടുത്തി തരാം കേട്ടോ, ഏതൊക്കെ ഷെഡ്യൂളുകളാണെന്നുള്ളത്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂൾ എക്സ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഷെഡ്യൂൾ എക്സ്. ഓൾ ദ റെഗുലേഷൻസ് ഓഫ് ഷെഡ്യൂൾ എച്ച്. അപ്പേ നമ്മൾ ഷെഡ്യൂൾ എച്ചില് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന എല്ലാ റെഗുലേഷൻസും അല്ലെ, എല്ലാ നിയന്ത്രണങ്ങളും നമുക്ക് എന്തിനും ബാധകമാണ്? ഷെഡ്യൂൾ എക്സിനും ബാധകമാണ്. ഇപ്പൊ എന്താണ് അതിന്റെ ലേബലിംഗിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ വിൽക്കുന്നതല്ല അല്ലെ. പിന്നെ അതിന്റെ എന്താണ് ലേബലിംഗിൽ NRX അല്ലെങ്കിൽ RX എന്ന് നിർബന്ധമായിട്ടും അല്ലെ ലേബല് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതേപോലെ ആ എല്ലാ റെഗുലേഷൻസും നമുക്ക് എന്തിനും ബാധകമാണ്? ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സുകൾക്കും ബാധകമാണ്. ദ റീറ്റെയിലർ മസ്റ്റ് കീപ് എ കോപ്പി ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് 2 years. ഇപ്പൊ നമ്മ ഒരു പേഷ്യന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലേ നമ്മ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രല്ലേ നമ്മ മരുന്ന് വിതരണം ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി ഈ ഒരു വിതരണം ചെയ്യുന്ന ആ ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഷോപ്പില് 2 വർഷത്തേക്ക് അത് അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? ഏത് പ്രിസ്ക്രിപ്ഷനിലാണോ അവർ ആ ഷെഡ്യൂൾ എക്സ് മരുന്ന് വിതരണം ചെയ്യുന്നത് ആ ഒരു പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി അവര് 2 വർഷത്തേക്ക് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? Next, the drugs must be kept under lock and key. എന്താണ് ഈ നമ്മ പറഞ്ഞു അല്ലെ, ഫാർമസി എടുത്ത ഡിപ്ലോമയില് പറഞ്ഞു അല്ലെ, നർക്കോട്ടിക് ഡ്രഗ്സുകൾ നിർബന്ധമായിട്ടും ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഷെഡ്യൂൾ എക്സ് ഡ്രഗുകളും നമ്മ നിർബന്ധമായിട്ടും മസ്റ്റ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. നമ്മ ലോക്ക് ചെയ്ത് കീ സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾ അല്ലെ, എന്താണ് സെക്കോബാർബിറ്റൽ എന്ന് വെച്ചാല് നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ അറിയാം ലക്ഷ്മി സ്ലീപ്പിംഗ് പിൽസ് ആണെന്ന്? ഓക്കെ, കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്താണ് സ്ലീപ്പിംഗ് പിൽസ് ആണ് കേട്ടോ. പിന്നെ കൂടാതെ എന്താണ് നമുക്ക് അനസ്തെറ്റിക് ആ ഒരു വിഭാഗത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെഡേറ്റീവ്, പിന്നെ ഹിപ്നോട്ടിസ്. നമ്മൾ കേട്ടിട്ടില്ലേ ഹിപ്നോട്ടിസം ചെയ്യാന്നുള്ളത്? നമ്മൾ ഉപബോധ മനസ്സിൽ നിന്നല്ലേ കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ഹിപ്നോട്ടിക് ഗുണങ്ങളും നമ്മുടെ ഈ സെക്കോബാർബിറ്റൽ ഡ്രഗ്സിന് ഉണ്ട്. ഓക്കെ ആണോ? സെക്കോബാർബിറ്റൽ സ്ലീപ്പിംഗ് പിൽസ് ആണ്, അനസ്തെറ്റിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, സെഡേറ്റീവ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ എന്താണ് ഹിപ്നോട്ടിക് ഗുണങ്ങളും ബെനിഫിറ്റ്സുകളും ഈ ഒരു ഡ്രഗിന് ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഗ്ലൂട്ടത്തീമൈഡ്. ഗ്ലൂട്ടത്തീമൈഡും എന്താണ് ഉറക്കമില്ലായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഗ്ലൂട്ടത്തീമൈഡ്. ഓക്കെയാണോ?
ഗ്ലൂട്ടത്തിയമേഡ് നമ്മുടെ ഒരു സ്ലീപ്പിംഗ് പിൽസ് ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു മരുന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് അഡിക്റ്റ് ആവും എന്നൊക്കെ പറയാറില്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും. സ്ലീപ്പിംഗ് പിൽസ് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ഗ്ലൂട്ടത്തിയമേഡ് എന്നുള്ള ആ ഒരു മെഡിസിന് എന്താണ്, നമുക്ക് കുറച്ച് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2006 നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഒരു മെഡിസിൻ നിർത്തലാക്കിയിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. ചില മരുന്നുകൾ നമുക്ക് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ മാർക്കറ്റിൽ ബാൻ ചെയ്യില്ലേ, അതുപോലെ 2006 ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഒരു മെഡിസിന് അവർ ബാൻ ചെയ്തിട്ടുണ്ട്, നിർത്തലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എവിടെയുണ്ട്? നെക്സ്റ്റ് അത് നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും എഴുതി കൊടുക്കൊന്നുമില്ല അല്ലോ, ഒന്നുമില്ലല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴാണ്. അതും അവരെത്രയോ 1-2 ദിവസം അതിൽ കൂടുതൽ കഴിക്കാൻ അവർ അനുവദിക്കുകയില്ല, ഡോക്ടേഴ്സ് അനുവദിക്കുകയില്ല, സ്ഥിരമായിട്ട് കഴിക്കാൻ പറയുകയില്ല അല്ലേ. ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഫീൽ ചെയ്യാം അല്ലെ. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് വെച്ചു, ഉറക്കമില്ലായ്മ അനുഭവപ്പെടും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമോ ഒക്കെ ആയിരിക്കും ആ ഒരു മെഡിസിൻ അവര് എഴുതി തരുന്നത്. പിന്നെ അത് കഴിക്കരുതെന്നും പറയും, നിർബന്ധമായിട്ടും ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഇത്ര ദിവസം കഴിക്കാം പിന്നെ അത് കഴിക്കരുത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂൾ ജെ contains a list of various diseases and conditions that cannot be treated under any drug currently in the market. No drug may legally claim to treat these diseases. നമ്മൾ പല ഷെഡ്യൂളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. മരുന്നുകളെ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുന്നത്, റെഗുലേഷൻസ് ഉൾപ്പെടുന്നുണ്ട്, പിന്നെ എന്താണ് പല കണ്ടീഷൻസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മ പറഞ്ഞു ലൈസൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, ഫോംസുകളൊക്കെ എന്താണ് ഈ ഷെഡ്യൂളുകളിലാണ് കേട്ടോ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഷെഡ്യൂൾ ജെയിൽ വരുന്നത് എന്താണ്, കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ഡിസീസ് ആണ് കേട്ടോ. ഷെഡ്യൂൾ ജെയില് എന്താണ് ഡിസീസുകളെ, അസുഖങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് cannot be treated under any drug currently in the market. ആ ഒരു അസുഖത്തിന് നമ്മുടെ മാർക്കറ്റില് ഇതുവരെയും മരുന്നുകള് അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റുകള്, ചികിത്സകള് ഇല്ലാത്ത അസുഖങ്ങളെയാണ് ഷെഡ്യൂൾ ജെയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറയാമോ എക്സാമ്പിള്? ഷെഡ്യൂൾ ജെയിൽ എയ്ഡ്സ് അല്ലെ, HIV എയ്ഡ്സ്, അതിനൊന്നും ഇതുവരെ മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇതുവരെ വിപണിയിലെ മാർക്കറ്റില് എന്താണ് മരുന്നുകളോ അതല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റുകളോ ചികിത്സകളോ കണ്ടെത്താത്ത അസുഖങ്ങളെയാണ് നമ്മൾ ഷെഡ്യൂൾ ജെയില് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, നോ ഡ്രഗ് മേ ലീഗലി ക്ലെയിം ടു ട്രീറ്റ് ദീസ് ഡിസീസ്. എന്താണ് ഈ ഒരു മരുന്നുകൾക്ക് നിയമപരമായി ഒരു മരുന്നുകളും അല്ലെ, നോ ഡ്രഗ്സ് മേ ലീഗലി ക്ലെയിം ടു ട്രീറ്റ് ദീസ് ഡിസീസസ്. ഈ അസുഖങ്ങളെ ഭേദമാക്കാനായിട്ട് നിയമപരമായിട്ട് ഒരു മരുന്നുകളും ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ ഷെഡ്യൂൾ ജെയില് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണം. എന്നുവെച്ചാല് ഷെഡ്യൂൾ ജെയില് നമ്മ എന്താണ് ഷെഡ്യൂൾ എച്ച് അല്ലെ ഒക്കെ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ എന്താണ് അസുഖ മരുന്നുകളെയാണ് അല്ലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. എക്സില് എച്ചില് അല്ലെ.
ജിയിലൊക്കെ. ഇതില് ഷെഡ്യൂൾ ജെയില് എന്താണ് നമ്മ മാർക്കറ്റില് ഇതുവരെയും എന്താണ് ട്രീറ്റ്മെന്റ് ചികിത്സകളോ അതല്ലെങ്കിൽ മരുന്നുകളോ കണ്ടുപിടിക്കാത്ത അസുഖങ്ങളില്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ പോലെ എയ്ഡ്സിനൊക്കെ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ട്രീറ്റ്മെന്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ കേട്ടോ, ഡിസീസുകളെയാണ് നമ്മൾ ഷെഡ്യൂൾ ജെയില് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ അഫ്നാൻ? ഓക്കെ. ഇന്ന് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. മിസ് ഇത്ര എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ബാക്കി എ മുതലുള്ളത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് നാളെ ഉണ്ടല്ലോ, നാളെ എടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു സെക്ഷൻ? എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് അല്ലേ? 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 കൂടുതലായി കുറെ കാര്യങ്ങള് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? സെക്കോപാർബിറ്റൽ എന്ന് പറഞ്ഞാല് എന്താണ്? സ്ലീപ്പിംഗ് പിൽസ് ആണ് കേട്ടോ. സ്ലീപ്പിംഗ് പിൽസ് ആണ്. കൂടാതെ നമ്മൾ സെഡേറ്റീവ് ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹിപ്നോട്ടിക് ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ഹിപ്നോട്ടിക്കിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അനസ്തേറ്റിക് സെക്ഷനിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് സെക്കോബാർബിറ്റൽ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പൊ മിസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മരുന്നുകളുടെ പേരും മെഡിസിനുകളുടെ പേരും ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഇതിന്റെ ജസ്റ്റ് പേരുകൾ മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷന് ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്നും പഠിക്കാനില്ല കേട്ടോ. മിസ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഓരോ എക്സാമ്പിള് ഓരോ അസുഖങ്ങള് ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിട്ട് കേട്ടോ, വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട്. കൺഫ്യൂഷൻ ആവണ്ടാതുകൊണ്ട് ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി. ഷെഡ്യൂൾ ജേല് വരുന്നതില് എയ്ഡ്സിനും വേറെ ഏതോ രോഗമാണ് അതിൽ വരിക? ഷെഡ്യൂൾ ചെയ്യില്ല. അത് നിങ്ങൾക്ക് വേണ്ടുന്ന അസൈൻമെന്റ് ആണെന്ന് നോക്കിയിട്ട് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അഫ്നാനല്ലേ ചോദിച്ചേ? എന്റെ പേര് മുസിന എന്നാണ്. മോന്റെ പേരാ പേര് മുസിന എന്നാണ്. മോന്റെ പേരാണ്. ഓക്കെ, മൂസിനാക്ക് എന്തെങ്കിലും ഒരു അസൈൻമെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് ഒരു 3 ഡിസീസും കൂടെ പറയാം. ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ക്ലാസ്. എനിക്ക് ഇഷ്ടമാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത്? ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ? അതാ പറഞ്ഞ മിസ്. നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി ഒരുപാട് ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടും കേട്ടോ. അപ്പൊ മിസ് അതെല്ലാം ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കും ബോറടിക്കും. അപ്പൊ മിസ് ക്ലാസ് എടുത്തപ്പോ 53 പേരെങ്ങാണ്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി ഇപ്പൊ 44 പേരായി. അപ്പൊ ഒരുപാട് എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ നിങ്ങൾക്കും ആകെ കൺഫ്യൂഷൻ ആയിപ്പം ഏതൊക്കെ പഠിക്കണം, ഏതിനൊക്കെ ക്വസ്റ്റ്യൻ വരും അല്ലെ? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലേ? ബുക്സ് കിട്ടാത്ത കാരണം ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇത്രയും കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇൻഫർമേഷൻസ് തന്നത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ മിസ് എടുത്തത്? നിങ്ങൾക്ക് ഇതിന്റെ ഈ എന്താണ് സെക്കോബാർബിറ്റൽ ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നോ അതൊന്നും വരില്ല കേട്ടോ എക്സാമിന്. അപ്പൊ ഇന്നത്തെ ഭാഗം മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ആ ഷെഡ്യൂളുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.